സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് GTRE ഇറക്കിയ കുഞ്ഞൻ വിമാന എഞ്ചിനെ കുറിച്ചുള്ള വാർത്തകൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. പക്ഷെ അത് ചെറിയ എഞ്ചിനല്ലേ എന്ന ചില ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ചെറിയ എഞ്ചിനല്ല, വലിയ എഞ്ചിൻ്റെ പുറകെ വരുന്നു എന്നും കേൾക്കുന്നു. എന്താണ് സാർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു 4.5 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ തരം ജെറ്റ് എഞ്ചിനുകൾ ഇന്ത്യ പുറത്തിറക്കിയിരുന്നു. അതായത് ഇപ്പോ ക്രൂയിസ് മിസൈലുകളിലും ഡ്രോണുകളിലും ഒക്കെ, ചെറിയ ഡ്രോണുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന എഞ്ചിന്റെ കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് സ്വയം പര്യാപ്തത തന്നെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയാവില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ നിർഭയ് എന്ന് പണ്ട് പേരിട്ടിരുന്ന, ഇപ്പോ ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ 1000 തൊട്ട് 1500 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ക്രൂയിസ് മിസൈൽ ഉപയോഗിക്കുന്ന മണിക് എഞ്ചിൻ. അതൊരു ടർബോഫാൻ എഞ്ചിനാണ്. 3.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ആ ഒരു ക്ലാസ്സിൽപ്പെട്ട എഞ്ചിനുകളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടുമ്പോഴും ഒരു യുദ്ധവിമാനത്തെ ശക്തി കൊടുക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ, അതായത് നമ്മുടെ കാവേരി എഞ്ചിൻ, നമുക്ക് അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അതുപോലെയാണ് ചെറിയ വിമാനങ്ങൾക്കും ശക്തി കൊടുക്കുന്നത്. അതായത് ഒരു വലിയ ഡ്രോണുകൾക്കും ചെറിയ വിമാനങ്ങൾക്കും ഒക്കെ ശക്തി കൊടുക്കുന്ന ഒരു 12-12.5 കിലോ ന്യൂട്ടൺ തൊട്ട് ഒരു 25-30 കിലോ ന്യൂട്ടൺ വരെ കോറിന്, അതായത് ആഫ്റ്റർ ബേണർ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെ തന്നെ ഇതിന് ശക്തി കൊടുക്കുന്ന എഞ്ചിനുകൾ അത് നിർമ്മിക്കുന്നതിൽ നമ്മൾ ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറിയിലെ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ലോ ത്രസ്റ്റ് കാറ്റഗറിയാണ്, ഇതൊരു മീഡിയം ത്രസ്റ്റ് കാറ്റഗറിയാണ്. പിന്നെ ഹൈ ത്രസ്റ്റ് എഞ്ചിനാണ് യുദ്ധവിമാനങ്ങൾ. അതൊക്കെ ഈ ആഫ്റ്റർ ബർണറൂടെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 83 തൊട്ട് മുകളിലോട്ടുള്ള കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ ഈ മീഡിയം റേഞ്ച് ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനുകളുടെ കാര്യത്തിൽ നമ്മൾ അതിവേഗം സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വാർത്തയാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് നിർമ്മാണത്തിൽ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന HTFE 25, HTFE 25 എന്ന് പറയുന്ന 25 കിലോ ന്യൂട്ടൺ ടർബോ ഫാൻ എഞ്ചിൻ, അത് കോറിന്റെ മാത്രമാണ്. അതായത് ആഫ്റ്റർ ബേണർ എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വേഗത കൂട്ടുമ്പോഴും ഒക്കെ കുറച്ച് മിനിറ്റത്തേക്ക് മാത്രം വലിയ ശക്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആഫ്റ്റർ ബേണർ. കാരണം അതിലേക്ക് കൂടുതൽ ഫ്യൂവൽ പമ്പ് ചെയ്യുക എക്സോസ്റ്റിലേക്ക് ഇത് ചെയ്യും. അങ്ങനെ ഒരു അതിനാണ് ഈ ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നത്. അപ്പൊ ആഫ്റ്റർ ബേണർ സംവിധാനം ഇല്ലാതെ 25 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിൻ, അതിന്റെ 99.5% ശക്തിയും അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ വിജയിച്ചു. അതായത് വളരെ ചെറിയ മാറ്റങ്ങളോട് ഇനി അതിൽ വരുത്തിയാൽ മതി. ഈ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ആ ഒരു ടെസ്റ്റ് നടത്തിയത്. അപ്പോൾ അതില് ആക്സിലറേഷന് സ്പീഡ് 99% വരെ എത്തി. ഇതെല്ലാം പൂർണ്ണ രീതിയിൽ തൃപ്തികരമായിട്ട് ആ എഞ്ചിൻ അങ്ങനെ പ്രവർത്തിപ്പിച്ചു. വരും ദിവസങ്ങളിൽ അത് പൂർണ്ണ ശക്തിയിൽ അത് പ്രവർത്തിപ്പിക്കുകയും മാത്രമല്ല ഒരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ അതിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റുകൾ നടത്തുകയും അതിനുള്ളിൽ തന്നെ എഞ്ചിന്റെ സർട്ടിഫിക്കേഷൻ, അതായത് ഒരു എഞ്ചിന് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കേഷൻ എന്നൊരു പരിപാടിയുണ്ട്. അത് പൂർണ്ണമായിട്ടും ഓരോ ഉയരത്തിലും, അതായത് ഉയരത്തിന്റെ വ്യത്യാസം അനുസരിച്ച് വായുവിന്റെ ലഭ്യത കുറയും. അപ്പോൾ നേർത്ത വായു മാത്രമുള്ള അന്തരീക്ഷത്തിലും ഇത് ഇഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനൊക്കെ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. സ്വതന്ത്ര ഏജൻസികൾ, ഇപ്പൊ ഉണ്ടാക്കുന്ന ആൾ ക്ലെയിം ചെയ്തുകൊണ്ട് കാര്യമില്ല. അത് സ്വതന്ത്രമായിട്ടുള്ള ഏജൻസികൾ ടെസ്റ്റ് നടത്തിയിട്ട് അവർ അത് സർട്ടിഫൈ ചെയ്യും. അപ്പൊ അതൊക്കെ തന്നെ ഈ 2 കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാവുകയും ഫ്ലൈറ്റ് ടെസ്റ്റ് ആരംഭിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതായത് ഇടയ്ക്ക് ഒന്ന് മന്ദഗതിയിലായിരുന്നു ഈ എഞ്ചിന്റെ നിർമ്മാണമെങ്കിലും അതിപ്പോൾ പൂർണ്ണ തോതിൽ ഉള്ള ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതൊരു വലിയ നേട്ടമായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ എഞ്ചിൻ ഉപയോഗിച്ച്
നമുക്ക് ട്രെയിനർ ജെറ്റുകൾ പലതും പ്രവർത്തിപ്പിക്കാം. അതായത് പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്ന വിമാനങ്ങളുണ്ട്. അതൊക്കെ തന്നെ ഈ എഞ്ചിൻ മതിയാകും ധാരാളം. അതായത് ഒരു 2.5 മുതൽ 5 ടൺ വരെ ഭാരമുള്ള ഒരു വിമാനത്തിന് ഈ എഞ്ചിൻ മതിയാവും. അത്തരം ചെറിയ വിമാനങ്ങൾ, അതായത് ഇപ്പോ വലിയ പണക്കാരായിട്ടുള്ള ആൾക്കാർ, ഇപ്പോ MA യൂസഫ് അലി, കല്യാണരാമൻ, രവിപിള്ള, ഇവരൊക്കെ തന്നെ കേരളത്തിലെ നമ്മൾ അറിഞ്ഞാൽ അറിയാവുന്ന പേരുകൾ. ഇവർക്കൊക്കെ തന്നെ സ്വന്തമായിട്ട് ജെറ്റുകളുണ്ട്. അത് ഈ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു വിമാനമാണത്. ഒരു 12 പേര് പരമാവധി കയറാൻ പറ്റുന്ന വിമാനങ്ങളാണ്, സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ. ഈ സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്ന, അതായത് ആഫ്റ്റർ ബേണർ ഇല്ലാതെ ഒരു 25 കിലോ ന്യൂട്ടൺ വരുന്ന എഞ്ചിനുകളാണ്. പലരും ഉപയോഗിക്കുന്നത് റോൾസ് റോയ്സിന്റെ എഞ്ചിനാണ്. ഈ HALന്റെ ഈ എഞ്ചിൻ പ്രവർത്തനക്ഷമമായാൽ പിന്നീട് നമുക്ക് അത് ആവശ്യമില്ലാതെ അത് നമുക്ക് തദ്ദേശീയമായിട്ട് തന്നെ ഇത്തരം എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽക്കാനും പറ്റും. നമ്മുടെ സ്വന്തം ഇപ്പം നാഷണൽ എയറോനോട്ടിക്സ് NAL നിർമ്മിക്കാൻ പോകുന്ന ഒരു യാത്രാ വിമാനമുണ്ട്, 15 തൊട്ട് 17 പേര് വരെ കയറുന്ന. അതിനും ഈ എഞ്ചിൻ ധാരാളം ആകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഈ ആഫ്റ്റർ ബേണർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 43.39 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് നല്ലൊരു നേട്ടമായിട്ടാണ് ഇപ്പോ വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ 2030 കൂടി ഇതിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുക എന്നുള്ളതാണ് HALന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. ഇതിന്റെ പല ഭാഗങ്ങളുടെയും കാര്യക്ഷമത, അതായത് കമ്പസ്റ്റർ, അതിന്റെ എല്ലാം തന്നെ കാര്യക്ഷമത വളരെ, അതുപോലെ ഹൈ പ്രഷർ ടർബൈന്, തെർമോഡൈനാമിക് ഹീറ്റ്, അതായത് സാധാരണ ജെറ്റ് എഞ്ചിനുകളുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിലെ വലിയ ചൂടാണ് ഇതിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എഞ്ചിന്റെ പല ഭാഗങ്ങളും ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതിന് കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച്, അതായത് അലോയികൾ സ്വയം നിർമ്മിച്ചെടുത്താണ് ഓരോ രാജ്യവും. അതിന്റെ ടെക്നോളജി ആർക്കും കൊടുക്കില്ല. ഈ അലോയികൾ സ്വന്തമായിട്ട് നിർമ്മിക്കണം. യഥാർത്ഥത്തിൽ ഒരു റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കുന്നതിന്റെ അത്ര രാജ്യങ്ങൾക്ക് പോലും ജെറ്റ് എഞ്ചിൻ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ പല രീതിയിൽ ഇത് ഒരു സാങ്കേതിക കുതിച്ചുചാട്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇത്രയും 25 കിലോ ന്യൂട്ടന്റെ ശക്തി ഇല്ലെങ്കിൽ കൂടി 12.5 കിലോ ന്യൂട്ടൺ ശക്തിയുള്ള ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ ഒരു സ്വകാര്യ കമ്പനിയായ പാണിനിയൻ എയർസ്പേസ് അവര് വിജയിച്ചിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു വാർത്തയും ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഈ 12.5 കിലോ ന്യൂട്ടൺ എന്നത് അതും മോശമൊന്നുമല്ല. അത് വലിയ വിമാനങ്ങൾക്കൊന്നും പറ്റുന്നതല്ലെങ്കിലും അത് ഉപയോഗിച്ച് ഭാരമേറിയ ഒരു 2.5-3 ടൺ ഭാരമുള്ള ഡ്രോണുകൾ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എഞ്ചിനാണ് അത്. അപ്പൊ അത് മാത്രമല്ല, അവര് സ്വന്തമായിട്ട് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്ന ഒരു ആക്രമണ ഡ്രോണും കൂടി അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു നേട്ടം നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയൊരു കുതിച്ചുചാട്ടമാണ്. ഈ പാണിനിയൻ എയർസ്പേസ് ലക്ഷ്യമിടുന്നത് അവരുടെ ഈ 12.5 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ടർബോഫാൻ എഞ്ചിൻ, അതിന്റെ വിവിധ വെർഷൻസ്, അത് കുറച്ചുകൂടി ശക്തി കൂടിയത്, കുറച്ച് ശക്തി കുറഞ്ഞത്, അങ്ങനെ വിവിധ ഒരു ഫാമിലി ഓഫ് എഞ്ചിൻസ് അവർ ഉൽപ്പാദിപ്പിക്കാനാണ് അവര് ലക്ഷ്യമിടുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊരു ഈ കാറ്റഗറിയിൽ, അതായത് ഒരു ഭാരമേറിയ ഡ്രോണിന്റെ കാറ്റഗറി ആയാലും ഭാരം കുറഞ്ഞ വിമാനങ്ങളുടെ കാറ്റഗറിയിലാണെങ്കിലും എഞ്ചിൻ ഉൽപാദനത്തിൽ നമ്മൾ പരിപൂർണ സ്വാശ്രയത്വത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇതൊക്കെ നൽകുന്നത്. ഈ മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ എഞ്ചിനുകൾ ഇന്ത്യ സ്വയം ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഇത്തരം എഞ്ചിനുകൾക്ക് വലിയ ആവശ്യം ലോകത്തിലെല്ലായിടവും ഉണ്ട്. ഇപ്പൊ പല രാജ്യങ്ങളും ഇത് ആവശ്യപ്പെടുന്നുണ്ട്, ഈ എഞ്ചിനുകൾ. അവർക്കൊക്കെ ഇത് കയറ്റുമതി ചെയ്യാനും നമുക്ക് പറ്റും. ഈ പാണിനിയൻ എയർസ്പേസ് അവരുടെ ഈ 12.5 കിലോ ന്യൂട്ടന്റെ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് സ്വയാട്ട് M1 എന്ന് പറയുന്ന ഒരു ആളില്ലാ വിമാനം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. അതൊരു നെക്സ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് തന്നെ ആയിരിക്കും. കാരണം അതിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനുള്ള സാധാരണ ഒരു യുദ്ധവിമാനം പോലെ തന്നെ ഒരു ചെറിയ യുദ്ധവിമാനം ആയിട്ടാണ് അവർ, വെറും ഒരു ഡ്രോണായിട്ടല്ല, ആക്രമണ ഡ്രോണായിട്ടല്ല അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതൊരു വിമാനത്തിന്റെ തന്നെ കാറ്റഗറി ആയിട്ടാണ്. അത് ലക്ഷ്യമിടുന്നത് നമ്മുടെ കൈവശമുള്ള
SU-30 MKI വിമാനത്തിനോടൊപ്പം ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഡ്രോൺ ആയിട്ടാണ്. അതായത് ഈ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന ഒരു വിമാനത്തോടൊപ്പം ഇത്തരം SU-30 ഒരു വിമാനം പറക്കുമ്പോൾ അതിനോടൊപ്പം ഒരു 4-5 ഇത്തരം ചെറിയ വിമാനങ്ങൾ, ആളില്ലാ വിമാനങ്ങൾ ഒപ്പം കാണും. ഇത്തരം ഒരു വിമാനമായിരിക്കും അതിന്റെ മുൻപേ പറക്കുന്നത്. ആ മുൻപേ പറക്കുന്ന വിമാനം ടാർഗറ്റുകളെ ആദ്യം ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ SU-30 എന്ന മദർഷിപ്പില് കൺവേ ചെയ്യുക. ആ മദർഷിപ്പിൽ നിന്നുള്ള ഓർഡർ അനുസരിച്ചായിരിക്കും ഇത് ആയുധങ്ങൾ പ്രയോഗിക്കുന്നതൊക്കെ. ഇനി മുമ്പ് പറക്കുന്ന ഒരു വിമാനം ശത്രുവിന്റെ ആക്രമണം കൊണ്ട് നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കി 4, ഇപ്പൊ 5 ഉള്ളത് ഒരെണ്ണം നഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി 4-ൽ ഒരെണ്ണം വീണ്ടും ആ നഷ്ടപ്പെട്ടതിന്റെ സ്ഥാനത്തേക്ക് വന്നിട്ട് അത് ഒരു മാസ്റ്റർ ഈ 4 സപ്പോർട്ടിംഗ് സിസ്റ്റവുമായിട്ട് മാറും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം ഈ മദർഷിപ്പായിട്ടുള്ള വിമാനത്തിന് SU-30 ഈ ആക്രമണങ്ങളെ പലപ്പോഴും പ്രതിരോധിക്കാൻ പറ്റും. കാരണം മദർഷിപ്പിന് നേരെ വരുന്ന വിമാനങ്ങൾ ആദ്യം ആളില്ലാ വിമാനത്തെ കടന്നിട്ട് വേണം ഇവിടേക്ക് എത്തേണ്ടത്. ഒന്നുകിൽ ആളില്ലാ വിമാനത്തിൽ നിന്നുള്ള ഇന്റർസെപ്റ്റർ അതിനെ നശിപ്പിക്കും. ഇനി അഥവാ ആ മിസൈല്, എയർ ടു എയർ മിസൈല് പിന്നെ നശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഈ വിമാനം ചിലപ്പോൾ ആളില്ലാ വിമാനത്തെ തന്നെ ആയിരിക്കും തകർക്കുന്നത്. എന്നാലും ആളുള്ള പൈലറ്റുള്ള വിമാനത്തിന് അപ്പോഴും അവിടെ രക്ഷയാണ്. അപ്പൊ ഡീപ് സ്ട്രൈക്കുകൾ എന്ന് പറയുന്ന ചില രാജ്യങ്ങൾക്കുള്ളിലേക്ക് കയറിപ്പോയിട്ട് അവിടെ നടത്താൻ പോകുന്ന ആക്രമണങ്ങളിൽ തീർച്ചയായിട്ടും ഇത്തരം വിമാനങ്ങളായിരിക്കും, ഇത്തരം ലോയൽ വിങ്മാൻ അല്ലെങ്കിൽ കാറ്റ്സ് വാരിയർ എന്നൊക്കെ ഇതിന് പല പേരുകളും, ആ ലോയൽ വിങ്മാൻ ആയിട്ടുള്ള വിമാനമായിരിക്കും ആദ്യത്തെ കാഷ്വാലിറ്റി ഏറ്റുവാങ്ങുന്നത്. ഇതിനെ ഇപ്പം ഒരാൾ പറയുന്ന പോലെ എന്റെ ശവത്തെ ചവിട്ടിയിട്ടല്ലാതെ നിനക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലടാ എന്ന് പറയുന്ന പോലെ ആയിരിക്കും ഇവർ പറയുന്നത്. കാരണം ഈ ലോയൽ വിങ്മാനെ നശിപ്പിക്കാതെ മദർഷിപ്പിനെ തൊടാൻ പറ്റില്ല. മദർഷിപ്പിന്റെ ചുറ്റും ഒരു സംരക്ഷണ വലയം, അതുമാത്രമല്ല ഇത്തരം വിമാനങ്ങൾക്ക് ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും സിസ്റ്റവും ഇതിലുണ്ടാവും. അങ്ങനെയുള്ള 2.5 ടൺ ഭാരമുള്ള ഒരു വിമാനമായിരിക്കും ഇവര് സ്വയാട്ട് സ്വയാട്ട് N1 ആ സ്വയാട്ട് വിമാനം പവർ ചെയ്യുന്നത് ഈ 12.5 കിലോ ന്യൂട്ടന്റെ ഈ ഇവർ നിർമ്മിക്കുന്ന ടർബോഫാൻ എഞ്ചിൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, ഇത് വലിയ ഒരു മുന്നേറ്റമാണ് ഈ കാറ്റഗറിയിൽ ഇന്ത്യ നടത്തുന്നത്. ഇതോടുകൂടി ഇന്ത്യ ഡ്രോണുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്തും. നമ്മൾ 2 ഡ്രോൺ നിർമ്മിക്കാൻ വളരെ വർഷങ്ങൾ തലയും കുത്തി നിന്നിട്ട് നടന്നില്ല. അതൊന്ന് TAPS ടാപ്സ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണ ഡ്രോൺ, അതുപോലെ ആർച്ചർ എൻജി ഇപ്പൊ വിജയിച്ചു എന്നാണ് പറയുന്നത്. എന്തോ അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് നമുക്കത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ ഈ വിമാനങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഏതാണ്ട് 2 ടണ്ണോളം ഭാരമുള്ള 1.25 ടണ്ണും ഒക്കെ ഭാരമുള്ള ഡ്രോണുകളാണ്, ആക്രമണ ഡ്രോണുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് പറ്റിപ്പോയത് പലപ്പോഴും നമുക്ക് അതിന് പറ്റിയ എഞ്ചിനുകൾ നമുക്ക് ലഭ്യമല്ല. റഷ്യയിൽ നിന്നുള്ള NPO സാറ്റേണിന്റെ അതുപോലെ അമേരിക്കൻ എഞ്ചിനും ഫ്രഞ്ച് എഞ്ചിനും ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏതായാലും ശരി, ഈ ഡ്രോണുകളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.